കുവൈറ്റിൽ നിന്നും ഇപ്പോൾ ഒരു മലയാളി നമുക്കൊപ്പം ചേരുന്നു, ഔസേപ്പച്ചൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഔസേപ്പച്ചൻ, കുവൈറ്റിൽ ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ചില ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്, അമേരിക്കയുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടു എന്നത്. അത് നിങ്ങളുടെ പ്രദേശത്ത് വല്ലതും ആണോ? ഞങ്ങളുടെ ഏകദേശം അടുത്ത് തന്നെയാണ്. കുവൈറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ആകെ ആശങ്കയിലാണ്, ടെൻഷനാണ്. അത് എന്താ സംഭവിക്കുന്നത്? ഇന്നലെ രാത്രി മുഴുവൻ ഭയങ്കര ശബ്ദവും പൊട്ടുന്ന ഒച്ചയും സൈറൺ മുഴങ്ങുന്ന ഒച്ചയൊക്കെ ആയിരുന്നു. വളരെ ആശങ്കയിലാണ് ഞങ്ങളെല്ലാവരും. പ്രത്യേകിച്ച് എന്റെ ഭാര്യ ജഹറ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അടുത്തൊക്കെ ഭയങ്കരമായ ശബ്ദവും ഇതുപോലെ ഇതൊക്കെ ഒക്കെ കേൾക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഭാര്യയ്ക്ക്. അപ്പൊ അത് കഴിഞ്ഞ് വന്ന് ടെൻഷനിലാണ് എല്ലാവരും. ഓക്കെ, നമുക്ക് സാധാരണ എല്ലാവരും വീടിന്റെ അകത്ത് അടച്ചിരിക്കുന്നു എന്നൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടോ? അതല്ല, സാധാരണ ജനജീവിതം നടക്കുന്നുണ്ടോ അവിടെ? ഇല്ല, അപ്പൊ ഇന്നലെ വൈകിട്ട് വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പം എല്ലാവരും വളരെ കുറവാണ്, പുറത്തേക്ക് ആൾക്കാരൊക്കെ. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണം. പ്രത്യേകിച്ച് മാനേജ്മെന്റ്, എല്ലാ കമ്പനികളും മാനേജ്മെന്റ് എല്ലാവരും വർക്ക് ഫ്രം ഹോം ഒക്കെ പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കൊരു അത്യാവശ്യം 1-2 കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്, ഓഫീസിലേക്ക് ഇറങ്ങിയത്. പക്ഷെ പൊതുവെ എല്ലാവരും തിരക്ക് കുറവാണ്. പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എങ്ങനെയാണ്? ഈ വെടിശബ്ദങ്ങള്, സൈറൺ മുഴങ്ങുന്ന അങ്ങനത്തെ കാഴ്ച, അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ താങ്കൾക്ക്? ഇന്ന് ഞാൻ വരുന്ന വഴി ഒന്നും കണ്ടില്ല. പക്ഷെ മിനിഞ്ഞാന്ന് വൈകിട്ട് ഇന്നലെ വൈകിട്ട് പോകുന്ന വഴി ആകാശത്തോടെ ഇങ്ങനെ പോകുന്നതും പൊട്ടുന്നതും കണ്ടിരുന്നു. പക്ഷെ ഇന്ന് റോഡ് നിറച്ച് പോലീസുകാരുണ്ട്. അവര് ഗതാഗതം വളരെ കൃത്യമായി നിയന്ത്രിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ പോവാതെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി എന്തായാലും വളരെ കരുതലിലൂടെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വാർണിംഗ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? സ്കൂളുകൾ അടച്ചിടണം, സ്കൂളിലേക്ക് ആരും പോകരുത്, എല്ലാവരും ഓൺലൈനായിട്ടുള്ള ഒരു മെസ്സേജ് മാത്രമേ ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൂ. പിന്നെ ഉള്ളതെല്ലാം അവർ പറയുന്നത് പേടിക്കേണ്ട കാര്യമില്ല, പാനിക്, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുക, സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പോവുക, അലാം കേൾക്കുമ്പോൾ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഷെൽട്ടറുകളിലേക്ക് മാറുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പൊതുവെ പറയുന്ന മെസ്സേജുകളൊക്കെ കാണുന്നത്. ഞാൻ മൂവാറ്റുപുഴയാണ് എന്റെ പേര്. മൂവാറ്റുപുഴ അല്ലേ? ഓക്കെ. വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വിളിക്കുന്നുണ്ടാവും അല്ലേ? ആശങ്കയോടെ വിളിക്കുന്നുണ്ട്. അവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടല്ലോ അല്ലേ? അതിൽ ഒരു വീട്ടിൽ നിന്ന് വിളിക്കാന്ന് പറഞ്ഞാൽ എന്റെ അമ്മ മാത്രമാണ് നാട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അമ്മ ഇപ്പൊ കുവൈറ്റിലുണ്ട് എന്റെ കൂടെ. അതുകൊണ്ട് നന്നായി. കാരണം വേറെ അമ്മ നാട്ടിൽ തന്നെയായിരുന്നെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിച്ചു പോയി. അപ്പൊ അമ്മ എന്റെ കൂടെ വന്നായിരുന്നു. അന്നേരമാണ് ഇപ്പൊ കേൾക്കുന്നത്. എന്തായാലും സുരക്ഷിതനായിരിക്കുക. താങ്ക് യു. പെട്ടെന്ന് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതെ, അങ്ങനെ തീരട്ടെ. ഇതാ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, നേരത്തെ നമ്മൾ കണ്ട F-15 വിമാനത്തിലെ ആ പൈലറ്റ് പുറത്തേക്ക് തെറിച്ച് വീണ പാരച്യൂട്ടിൽ സേഫായി ലാൻഡ് ചെയ്യുന്നു. അദ്ദേഹത്തെ കുവൈറ്റി അവിടുത്തെ നാട്ടുകാര് അദ്ദേഹത്തെ പരിപാലിക്കുന്നു. കാറിൽ കയറ്റി സുരക്ഷിത ഇടത്തേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. لا لا شبه الدبه 1 minute 1 minute 1 minute yes 1 minute 1 minute لا لا شبه الدبه 1 minute 1 minute 1 minute yes 1 minute 1 minute لا لا شبه الدبه 1 minute 1 minute 1 minute yes 1 minute 1 minute അമേരിക്കയുടെ യുദ്ധവിമാനം F-15 നിന്നും അത് വെടിവെച്ച്, മിസൈൽ ഉപയോഗിച്ച് ഇറാൻ വെടിവെച്ചിട്ടതാണ്. അതിൽ നിന്നും ഇപ്പോൾ പാരച്യൂട്ടിൽ രക്ഷപ്പെട്ട ആ പൈലറ്റിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കാണുന്ന ദൃശ്യങ്ങളാണ് അമേരിക്കയുടെ F-15 വിമാനം. അതിന് തീപിടിച്ചത് താഴേക്ക് പതിച്ചു വീഴുന്ന, നിലംപതിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. തൊട്ടു പിന്നാലെ അതിൽ നിന്നും ഇജക്റ്റായി പൈലറ്റ് പുറത്തേക്ക് ചാടുന്നു. ഒടുവിൽ അദ്ദേഹം പാരച്യൂട്ടിൽ സേഫായി അദ്ദേഹം ലാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുവൈറ്റിൽ അവിടെ അദ്ദേഹം എത്തിയ അദ്ദേഹത്തിന്, ആ പൈലറ്റിന് പിന്നീട് നാട്ടുകാർ സുരക്ഷ ഒരുക്കുകയാണ് ചെയ്തത്. ആ ദൃശ്യങ്ങളുമാണ് നമ്മൾ കണ്ടത്. എന്തായാലും സുരക്ഷിതനായി അദ്ദേഹം ഇപ്പോഴും ജീവനോടെ
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.